ശ്ലോകം 8 ഭഗവാന്റെ വിശ്വമൂർത്തിയെക്കുറിച്ച് പറയുക. മൂർധ്നാം അക്ഷണാം പദാനാം വഹസികലു സഹസ്രാണി, സഹസ്രാണി ആയിരക്കണക്കിന്, മൂർധ്നാം തലകൾ, അക്ഷണാം കണ്ണുകൾ, പദാനാം കാലുകൾ. ഇത് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ തല കൊണ്ടും കണ്ണുകൊണ്ടും പാദങ്ങളെ കൊണ്ടും നിറയ്ക്കണം. അതായത് ഏതെല്ലാം ജീവജാലങ്ങൾ ഇവിടെയുണ്ടോ അവയുടെ എല്ലാ അവയവങ്ങളും ഭഗവാന്റെ അവയവങ്ങളാണ്. സമ്പൂര്യ വിശ്വം, അങ്ങനെ ഈ കാണുന്ന പ്രപഞ്ചത്തിനെ മുഴുവൻ അവര് മൂടുന്നു, മുഴുവൻ മൂടുന്നു. എന്നിട്ടോ ഭഗവാനോ അവിടുന്ന് അപ്പുറത്തേക്ക് നിൽക്കണം. തത് പ്രോൽക്രമ്യാപി, ആ ഏതൊരു വിശ്വമാണോ ഉള്ളത് ആ വിശ്വത്തിനെ അതിക്രമിച്ച്, അതാണ് ആ വിശ്വത്തിനെ അതിക്രമിച്ച് തിഷ്ഠൻ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. ഇതുമാത്രമല്ല, ഏതൊരു വിശ്വത്തിൽ വ്യാപിച്ചിരിക്കുന്നു ആ വിശ്വത്തിൽ തന്നെ എല്ലായിടത്തും വ്യാപിച്ചു. മാത്രമല്ല ഓരോ ജീവൻ്റെയും ഉള്ളിലേക്ക് വ്യാപിക്കുന്നു. പരിമിത വിവരേ, അല്പം ഓട്ടയുണ്ട് ആ ഹൃദയം, അതാണ് അല്പം. പരിമിത വിവരേ ഹൃദയേ, അവിടെ ഹൃദയം പറഞ്ഞിട്ടില്ല. ചിത്താന്തരേവി, ആ ചെറിയ ഹൃദയത്തിൻ്റെ ഉള്ളിലും ഭാസി, പ്രകാശിക്കുന്നു. അപ്പോൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നു. ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അവരുടെ ഉള്ളിലും ഈ ഭഗവാൻ വ്യാപിച്ച് അവന് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. ഓർമ്മ വേണം, ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആനന്ദം. നമ്മുടെ സ്വരൂപം ആനന്ദമാണ്, സച്ചിദാനന്ദമാണ്. അത് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും ആനന്ദ സ്വരൂപികളായിരിക്കണം. ദുഃഖം എൻ്റെ സ്വരൂപമല്ല, അത് മായ മൂലമുണ്ടായതാണ് എന്ന് മനസ്സിലാക്കി സ്വരൂപമായ ആനന്ദത്തിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് ഭഗവാന്റെ ലീലകളെക്കുറിച്ച് വീണ്ടും 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 വർണ്ണിച്ച് ഇരിക്കണം. അതിനാണ് ഭഗവാൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേവി, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും കടന്നിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അവിടെ ഇരുന്ന് നമ്മളെ ആനന്ദിപ്പിക്കുന്നു. പക്ഷെ അധികം പേരും അത് അനുഭവിക്കാൻ നിൽക്കാതെ മായയുടെ മറ്റ് 2 ഗുണങ്ങൾ, രജോ ഗുണവും തമോ ഗുണത്തിലേക്കും പോയി അവരുടെ ജീവിതം വ്യർത്ഥമാക്കുന്നു. അങ്ങനെ ആവരുത്. ഒന്ന് മനസ്സിലാക്കൂ, ആ ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ. ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ, കഴിഞ്ഞു പോയ കാലം, ഭവ്യം വരാൻ പോകുന്ന കാലം, പിന്നെ ഇപ്പോഴത്തെ കാലം പറയേണ്ട ആവശ്യമില്ലല്ലോ. വർത്തമാനത്തിലെ ഓരോ നിമിഷവും ഭൂതമാകണം. ഓരോ നിമിഷവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് ഭൂതമായി. അതുകൊണ്ടാണ് ഭൂതവും ഭവ്യവും മാത്രം പറഞ്ഞ്. കാലങ്ങളെല്ലാം സർവം പരപുരുഷ ഭവാൻ, ഹേ ഭഗവാൻ അങ്ങ് തന്നെയാണ്. കിഞ്ച ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട,
ഭക്തന്മാരുടെ ദേഹങ്ങളും ഇന്ദ്രിയങ്ങളും എന്നിവയിലൊക്കെ പ്രവേശിച്ചിരിക്കുന്നു. അതാണ് ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട. അതിൽ പ്രവേശിച്ച് ഭഗവാൻ തന്നെ അതിൽ നിന്നും മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട ഉത്ഗതത്വാൽ, അതിൽ നിന്ന് മുകളിലേക്ക് പോകാൻ. ഏറ്റവും മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ എല്ലാം മുകളിൽ കയറി ഭഗവാൻ ഇരിക്കുന്നു. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെയും പുറത്ത് ആ വൈകുണ്ഠം എന്ന് പറയുന്നതായ സ്ഥലത്ത് ആ ഭഗവാൻ കയറുന്നു. ഉത്ഗതത്വാൽ അമൃതസ്വരസം ചാനുഭുക്ഷേ ത്വമേവ. അങ്ങനെ ഭഗവാൻ ലോകത്തിലും ലോകത്തിൻ്റെ മുകളിലും ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ പരമാനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ എവിടെയാണ് മുകളിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. മുകളിലിരിക്കുന്നത് ഈ കാണുന്ന ബ്രഹ്മാണ്ടം മുഴുവനായിട്ടുള്ള ബ്രഹ്മാണ്ടത്തിൻ്റെ വെറുമൊരു പാദത്തിൽ മാത്രം, ഒരു കാൽഭാഗത്തിൽ മാത്രമാണ് ഈ ഭഗവാൻ നമ്മൾ കാണുന്നത്. അത് വിശ്വമെന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്നു. പാദോഹോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. കാൽഭാഗം ഈ വിശ്വത്തിനെ ഉണ്ടാക്കി ഈ ജീവാത്മാക്കളെയെല്ലാം അനുഗ്രഹിച്ച് ഇരിക്കുന്നു. ബാക്കി മുക്കാൽ ഭാഗം ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ 9ാമത്തെ ശ്ലോകത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്.